പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ അല്പസമയം നമുക്ക് ഒരുമിച്ച് ധ്യാനത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന പുസ്തകം. അതിലെ 7 അധ്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമുക്ക് ധ്യാനിക്കുവാനും അല്പാൽപമായി പഠിക്കുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചു. 7-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത് സ്തേഫാനോസിൻ്റെ മരണമാണ്. ക്രിസ്തീയ രക്തസാക്ഷിയായി മരണപ്പെട്ട സ്തേഫാനോസിൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് നമുക്ക് ആ അധ്യായത്തിലാണ് കാണുവാൻ കഴിയുന്നത്. ധീരതയോടെ താൻ സ്വീകരിച്ച വിശ്വാസത്തിനു വേണ്ടി ഉറപ്പോടെ നിന്ന് ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എന്ന ആ പദവിയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ സ്തേഫാനോസിനെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 8-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആ സ്തേഫാനോസിൻ്റെ മരണാനന്തരമുണ്ടായ സഭയുടെ അനുഭവങ്ങളെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സഭയുടെ വളർച്ച അതൊരു പ്രധാന വിഷയമാണ് എന്ന് നമുക്കറിയാം. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ വാസ്തവത്തിൽ യെരുശലേമിലെ സഭ എങ്ങനെയാണ് എണ്ണത്തിൽ പെരുകിയതെന്നാണ് നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ 8-ാം അധ്യായം തുടങ്ങി യെരുശലേമിന് വെളിയിൽ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശമരിയയിലെ സുവിശേഷീകരണത്തെക്കുറിച്ച് കാണുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് യെരുശലേമിന് വെളിയിലേക്ക് എങ്ങനെ സുവിശേഷം കടന്നുപോയി. 1-ാം അധ്യായത്തിൽ അവർ കാത്തിരുന്ന് ദൈവശക്തിയെ പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ കാത്തിരുന്ന് ദൈവശക്തിയെ പ്രാപിക്കുവാനായിട്ട് അവരോട് ആജ്ഞാപിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി പറഞ്ഞിരിക്കുന്നൊരു കാര്യം ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അതിൻ്റെ ഒരു വിവരണം കൂടെയാണ് വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. അപ്പോൾ 7 വരെയുള്ള അധ്യായങ്ങളിൽ യെരുശലേമിലെ സഭ എങ്ങനെ വളർന്നു, എങ്ങനെയാണ് ആ യെരുശലേമിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ദൈവസഭയ്ക്കുണ്ടായ അനുഭവങ്ങളാണ് രേഖപ്പെടുത്തിയതെങ്കിൽ 8-ാം അധ്യായം മുതൽ നമ്മൾ പഠിക്കുന്നത് സഭയുടെ വ്യാപ്തി, അന്ന് നിലവിലുണ്ടായിരുന്ന ഭൂഖണ്ഡങ്ങളെയൊക്കെ താണ്ടി കടന്നു പോകുന്ന സുവിശേഷത്തിൻ്റെ വിജയകരമായ യാത്രയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിനിടയിലുണ്ടായ സംഭവങ്ങൾ, അതിന് മുന്നിൽ നിന്ന വ്യക്തികളെ അധികാരികൾ ഉപദ്രവിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, പീഡകൾ നേരിട്ടിട്ടുണ്ട്, ജയിലറകളിൽ കിടന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾക്ക് ആദ്യമേ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരു വിഘ്നവും വന്നിട്ടില്ല. ഈ പ്രതികൂലങ്ങളെല്ലാം നടക്കുമ്പോഴും ദൈവം എന്തുദ്ദേശിച്ചോ, കർത്താവിലൂടെ നിവർത്തിച്ചതായ ആ ദൈവപ്രവൃത്തിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപക്ഷെ ശത്രു ദോഷം ചിന്തിച്ചുവെങ്കിലും അതെല്ലാം ഗുണമായി പരിണമിച്ചു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ 8-ാം അധ്യായം. വാസ്തവത്തിൽ അതിലെ ഒരു ആത്മീയ പാഠം കൂടെയാണത്. അതെ, സ്തേഫാനോസിന്റെ മരണം ഒരു വലിയ സംഭവമാണ്, എല്ലാവരെയും ഞെട്ടിച്ചൊരു വലിയ സംഭവമാണ്. നമ്മൾ കാണുന്നത് 3 പ്രധാന സംഭവങ്ങളാണ് 8-ാം അധ്യായത്തിൽ പഠനവിധേയമാക്കേണ്ടത്. ഒന്ന്, സ്തേഫാനോസിന്റെ മരണം. അതിനെ തുടർന്ന് വലിയൊരു പീഡ യെരുശലേമിലെ സഭയ്ക്ക് നേരിട്ടതായിട്ട് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്തേഫാനോസിന്റെ മരണവും അതിനെ തുടർന്നുള്ള പീഡയും ഒരു വലിയ സംഭവമാണ്. ആ പീഡ നിമിത്തം എന്താണ് സംഭവിച്ചത്? ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ തുടർന്നുണ്ടാകുന്ന, അത് നിമിത്തമുണ്ടാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ ഈ പീഡയുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെയുള്ള ജനങ്ങളെല്ലാം ചിതറിപ്പോയി, അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മളിന്ന് റെഫ്യൂജീസ് എന്നൊക്കെ വായിക്കുന്ന പോലെ അഭയാർത്ഥികളായി പോയി എന്നൊരു വ്യാഖ്യാനമുണ്ട്. എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് അവർക്ക് അവിടെ നിൽക്കാൻ കഴിവില്ലാതെ പല ഇടങ്ങളിലേക്ക് താമസം മാറി അവർ പോയി. കാരണം പീഡ സഹിക്കാൻ വയ്യ. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അന്ന്
സ്തേവാനോസിന്റെ മരണത്തോടൊപ്പം വലിയ പീഡ യെരൂശലേമിലെ സഭയ്ക്ക് നേരിട്ടപ്പോൾ ധാരാളം ആളുകൾ അവിടുന്ന് എന്ത് ചെയ്തു? പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകാനിടയെ. ഇതാണ് രണ്ടാമത്തെ കാര്യം. നമുക്കറിയാം, അതൊരു എളുപ്പമുള്ള കാര്യമല്ല. ഇന്നും നമുക്കറിയാം, ഒത്തിരി അഭയാർത്ഥികൾ ഇപ്പോൾ യുദ്ധം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ധാരാളം ആൾക്കാർ ജീവനും കൊണ്ട് തങ്ങൾക്കുള്ളതെല്ലാം വിട്ട് ഓടിപ്പോകുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ കയ്യിൽ കിട്ടുന്ന എന്താണോ അത് എടുത്തുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്ന കാഴ്ച നമ്മൾ ഇന്നും കാണുന്നുണ്ട്. ഏകദേശം ഇതിന് തുല്യമായിട്ടാണ് അന്നും സംഭവിച്ചത്. റെഫ്യൂജീസായിട്ട്, അഭയാർത്ഥികളായിട്ട് ഓടിപ്പോകുന്ന ഒരു കാഴ്ച. എന്നാൽ ആ യാത്രയിലും നമ്മൾ പിന്നീട് കാണുന്നത് അങ്ങനെ ചിതറിപ്പോയതിൻ്റെ അനന്തരഫലം എന്താണ്? ആ ചിതറിപ്പോയിടത്തെല്ലാം അവർ കർത്താവിനെ സാക്ഷിക്കാനിടയായി. അപ്പൊ നോക്കുക, അപ്പൊ സംഭവങ്ങളെ നമ്മൾ വിശാലമായി കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നു. നമ്മൾ പഴയ നിയമത്തില് അതേ യോസഫിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. യോസഫിനെ ഇസ്രായേലിലേക്ക് വിറ്റ സംഭവങ്ങളും കാരാഗൃഹത്തിൽ കിടന്ന അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ 50-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എനിക്കെതിരെ ദോഷം വിചാരിച്ചു, പക്ഷേ ഇന്നുള്ളതുപോലെ ബഹുജാതികൾക്ക് രക്ഷ വരേണ്ടതിന് ദൈവം അതെല്ലാം എനിക്ക് ഗുണമാക്കി തീർത്തു. അപ്പോൾ ദോഷത്തെ ഗുണമാക്കി മാറ്റുന്നൊരു ദൈവം. ഇത് ദൈവജനത്തിലൊരു വലിയ ചിന്തയാണ്. മനുഷ്യൻ ദോഷകരമായി പല കാര്യങ്ങൾ ചെയ്യും, ദൈവസഭയ്ക്കെതിരായിട്ട്, ദൈവജനത്തിനെതിരായിട്ട്, സുവിശേഷത്തിനെതിരായിട്ട്. ഇന്നും നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ ദൈവിക പദ്ധതിയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അങ്ങനെ ഒരു വലിയ സന്ദേശമാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലെ ഒരു വലിയ സന്ദേശം. അതാണ് 3 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, യെരൂശലേമിലെ സഭയ്ക്ക് സ്തേവാനോസിന്റെ മരണത്തോടുകൂടി ഒരു വലിയ പീഡ നേരിടുന്നു. 2, ആ പീഡ നിമിത്തം ജനങ്ങൾ ചിതറിപ്പോകുന്നു, അഭയാർത്ഥികളായി പോകേണ്ടി വരുന്നു. 3, അവർ ചിതറിപ്പോയിടത്ത് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന നിമിത്തമായി, സുവിശേഷം പങ്കിടുക നിമിത്തമായി ദൈവത്തിൻ്റെ വചനം പരക്കുവാൻ അത് മുഖാന്തരമായി മാറി. ചുരുക്കി പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തിയിലെ കേന്ദ്ര വിഷയമായിരിക്കുന്ന സഭാ വളർച്ചയെ വിഘലം ചെയ്യുന്ന പല കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ദൈവം തൻ്റെ പ്രവൃത്തികൾ ഓരോ നിലകളിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമുക്ക് ആ സന്ദർഭത്തിൽ അത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാൽ അതിനപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി എവിടെയെല്ലാം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ 2 പ്രധാന വ്യക്തികളെയാണ് 7-8 അധ്യായങ്ങളിൽ കാണുന്നത്. ഒന്ന്, സ്തേവാനോസിനെ കുറിച്ച് നമ്മൾ 7-ാം അധ്യായത്തിൽ ചിന്തിക്കുന്നെങ്കിൽ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് പ്രധാനമായിട്ട്. അത് ഫിലിപ്പോസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഫിലിപ്പ് എന്ന് പറയുന്ന സുവിശേഷകനെ കുറിച്ചാണ്. ഈ സ്തേവാനോസും ഫിലിപ്പോസും നമുക്ക് 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവർ രണ്ടുപേരും മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരുടെ പ്രവർത്തന ശൈലിയും രീതികളും ഒക്കെ ഏറെക്കുറെ ഒരുപോലെ ആയിരുന്നു എന്നാണ് ലൂക്കോസ് നമുക്ക് നൽകുന്ന വിവരണം, അല്ലെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് തരുന്ന വിവരണം. നമ്മൾ അതിൻ്റെ 1-2 വാക്യങ്ങളൊക്കെ നോക്കിയാൽ, ഒന്ന്, അവർ രണ്ടുപേരും മേശമേൽ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ 6-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ വിധവമാരെ പാലിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ സഹായിക്കേണ്ടതിന്, അത് സുഗമമായി ആ കാര്യങ്ങൾ പോകേണ്ടതിനു വേണ്ടിയാണ് ഇവരെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സഭയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹ്യമായ ആ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കാനാണ് വാസ്തവത്തിൽ ഇവരെ തിരഞ്ഞെടുത്തത്. 7 പേരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ 2 പേരുകളാണ് സ്തേവാനോസും ഫിലിപ്പോസും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേവാനോസ്, ഫിലിപ്പോസ്. അപ്പൊ ഇവർ രണ്ടുപേരും ആദ്യത്തെ 2 പേരുകളാണ്. അപ്പോൾ 6-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, സഭയ്ക്ക് ആത്മീയ ദൗത്യത്തോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മളെ ഈ സമൂഹത്തിൽ വെച്ചിരിക്കുമ്പോൾ നാം മറ്റുള്ളവർ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം, സമൂഹത്തോട് നമ്മൾ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രയോറിറ്റി, നാം കൊടുക്കുന്ന മുൻഗണന എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചൊരു വിഷയം, അവിടെ വാസ്തവത്തിൽ ദൈവവചനത്തിന് വിരോധമായി ശത്രു കൊണ്ടുവന്ന ഒരു വിഷയം എന്ന് പറയുന്നത്,
തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. അവിടെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ അവിടെ ആ ഇഷ്യൂ കൊണ്ടുവരുന്നത് നമുക്കറിയാം പിശാചാണ്. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വരികയാണ്. വാസ്തവത്തില് ശത്രു അവരുടെ പരിഗണനയെ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അതുവരെ സുവിശേഷത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും മുറ്റിരുന്ന ദൈവദാസന്മാരുടെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുകയാണ്. അപ്പോൾ ആ ഇഷ്യൂ ഉണ്ടായതിൻ്റെ ലക്ഷ്യം എന്താണ്? അവരുടെ മുൻഗണനകൾ മാറിപ്പോകണം. സുവിശേഷ ദൗത്യത്തെക്കാൾ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ഒരു മുൻഗണനയിലേക്ക് അവരെ വഴിതെറ്റിക്കാനുള്ളൊരു ശ്രമം കൂടെയായിരുന്നു അത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാലാകാലങ്ങളിലായി സുവിശേഷ വിഹിത സഭകൾ എന്നറിയപ്പെടുന്ന സഭകൾ നമുക്കറിയാം പലപ്പോഴും ഇങ്ങനെയുള്ള തെറ്റുകൾ വരാറുണ്ട്. നാം എപ്പോഴും മനസ്സിലാക്കേണ്ട നമ്മുടെ മുൻഗണനയ്ക്ക് എപ്പോഴും പ്രാധാന്യമുണ്ട്. നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ സഹജീവികളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിനും സുവിശേഷത്തിനും നിലകൊള്ളേണ്ട സ്ഥാനത്ത് ഒരു സഭയെന്നുള്ള നിലയിൽ നാം കൊടുക്കേണ്ട മുൻഗണനകൾ, അതിനെപ്പോഴും മുൻഗണന കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒത്തിരി പാഠങ്ങൾ നമുക്ക് ഈ 6-ാം അധ്യായത്തിൽ നിന്ന്, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട സ്തേവാനോസും ഫിലിപ്പോസും മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന ശൈലികൾ ഏറെക്കുറെ ഒരുപോലായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ സ്തേവാനോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന, അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ കാണുന്നത്, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൽ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത്ര അവതരണ ശൈലിയിൽ അല്ലെങ്കിൽ ആ വാക്കുകൾ കേൾക്കത്തക്ക നിലയിൽ ഫിലിപ്പോസ് അത് പ്രസന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സ്തേവാനോസിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് സ്തേവാനോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെയാണ് ഫിലിപ്പോസിനെ കുറിച്ചും 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾക്ക്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന ശൈലി ഏറെക്കുറെ സമാനമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടുപേരും മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും ശക്തരായ സുവിശേഷകരായിട്ട് അവർ മാറുന്നു. ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരായിട്ട് അവർ മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 8-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. 1 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിക്കാമോ? 8-ാം അധ്യായം ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ ഈ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ സ്തേവാനോസിന്റെ മരണാനന്തരം സഭയ്ക്ക് നേരിട്ട വലിയ പീഡയെക്കുറിച്ചുള്ള നല്ലൊരു വിവരണം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ അവിടെ നിന്നതെന്ന് ചോദിച്ചാൽ ചില ഉത്തരങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് തരാറുണ്ട്. ഒന്ന്, അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് ഈ പീഡ ഉണ്ടായ കൂടുതൽ ആളുകളും യവനായ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ യവനായ യഹൂദന്മാർ മറ്റിടങ്ങളിൽ നിന്ന് യെരുശലേമിൽ വന്നു പാർത്ത യഹൂദന്മാർക്കാണ് കൂടുതൽ ഉപദ്രവങ്ങൾ ഉണ്ടായത് എന്ന് ചില വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയാറുണ്ട്. എബ്രായരായി അവിടെ തന്നെ ഉണ്ടായിരുന്ന, യെരുശലേമിൽ മുമ്പ് തന്നെയും ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക് അത്രയും ഉപദ്രവങ്ങൾ നേരിട്ടില്ല എന്ന് ചിലർ പറയുന്നു. എന്തായിരുന്നാലും അപ്പോസ്തലന്മാർ യെരുശലേമിൽ തന്നെ താമസിക്കുന്നു. ബാക്കി എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. പലയിടങ്ങളിലേക്ക് അവർ ചിതറിപ്പോയി. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 2-ാം വാക്യം പല സന്ദർഭങ്ങളിലും നമ്മൾ കേൾക്കുന്നൊരു വാക്യമാണ്. ഭക്തിയുള്ള പുരുഷന്മാർ ഈ ഭക്തരായ മനുഷ്യരുടെ ശവസംസ്കാര വേളയിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ ശവസംസ്കാര വേളയിലൊക്കെ നമ്മൾ പറയുന്നൊരു വാക്യമാണ്. ഭക്തിയുള്ള പുരുഷന്മാർ
സ്തേവാനോസിനെ അടക്കം ചെയ്തു. അപ്പം ഞാനതിൻ്റെ പല അർത്ഥങ്ങൾ നോക്കിയപ്പോൾ ഈ ഭക്തിയുള്ള പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവർ വിശ്വാസികളാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പം നല്ലൊരു കൂട്ടം വേദപണ്ഡിതന്മാർ പറയുന്നത് വിശ്വാസികളാകാൻ സാധ്യതയില്ല. ഭക്തിയുള്ള പുരുഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരിൽ തന്നെ പയസായിട്ടുള്ള ഭക്തിയുള്ള മനുഷ്യരുണ്ടായിരുന്നു. ഒരുപക്ഷെ വിശ്വാസികൾ അവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ യഹൂദന്മാരിൽ തന്നെ ഒരു കൂട്ടം ഭക്തിയുള്ള മനുഷ്യർ സ്തേവാനോസിൻ്റെ ഈ മരണത്തെ ഒരു അനീതിയായി കണ്ടുകൊണ്ട്, ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിനോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട് അവരെന്ത് ചെയ്തെന്നാണ്, അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. അപ്പോൾ ഇത് യഹൂദന്മാരുടെ ഒരു രീതിയാണ്. എന്നാൽ അന്ന് ശക്തമായ നിയമമുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. ദൈവാലയത്തിനും മോശ നൽകിയ നിയമത്തിനും വിരോധമായി സംസാരിച്ച ഒരാളെ കുറ്റക്കാരനെന്ന് കണ്ട് പൊതുവിൽ ശിക്ഷിക്കുകയാണ്. ആ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രലാപം കഴിക്കരുതെന്ന് വ്യവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കെ ഒരു കൂട്ടം ആളുകൾ അവിടെ കൂടുകയാണ്. തങ്ങളുടെ ജീവനെ പോലും പണയം വെച്ച് സ്തേവാനോസിനെ അടക്കം ചെയ്യാനും അവനോട് താതാത്മ്യം കാണിക്കാനും ഒരു കൂട്ടർ അവിടെ കൂടുകയാണ്. അപ്പോൾ എല്ലാ കാലവും നമ്മൾ മനസ്സിലാക്കണം, ദൈവരാജ്യത്തിനും സുവിശേഷത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടർ. നോക്കി എത്രയോ അന്നത്തെ ആ ചക്രവർത്തി ഭരണവും ആ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വന്തം ജീവനെയും കൂടെ പണയം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സ്തേവാനോസിൻ്റെ അടുക്കൽ ചെന്ന് അവനെ അടക്കം ചെയ്യുവാനും ആ പ്രലാപം കഴിച്ചു എന്നുള്ളതാണ്. അടക്കം ചെയ്യാൻ ചിലപ്പോൾ ഒരു പക്ഷേ മറവ് ചെയ്യാനായിട്ട് അവരൊരു കൂട്ടർ കൂടിയിരിക്കും. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന വലിയൊരു പ്രലാപം കഴിച്ചു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടർ അവനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതൊരു അനീതിയായിരുന്നു, ഇങ്ങനൊരു മരണം സ്തേവാനോസിന് പാടില്ലായിരുന്നു എന്നാഗ്രഹിച്ച് സ്തേവാനോസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായൊരു കാര്യമാണ്, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പോലും. അപ്പോൾ ഒരു കൂട്ടം ഭക്തിയുള്ള ആളുകൾ സ്തേവാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. ഒരുപക്ഷെ വിശ്വാസികളായവരും അല്ലാത്തവരും ഒക്കെ അതിൽ, അല്ലെങ്കിൽ ഭക്തരായ യൂതന്മാരും ഒക്കെ അതിലുണ്ടായിരുന്നിരിക്കണം എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നത്, എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നു. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ശൗലിനെ കുറിച്ചാണ്. ശൗല് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് തുടർന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 8-ാം അധ്യായത്തിൽ ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ സുവിശേഷം അത് യെരുശലേമിൽ നിന്ന് ഇതുവരെയും 7-ാം അധ്യായം വരെയും യെരുശലേമിൽ ഒതുങ്ങി നിന്ന സുവിശേഷം 8-ാം അധ്യായത്തോടുകൂടെ ആ അതിർവരുമ്പുകളെ എല്ലാം ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനും ദൈവം ഒരുക്കിയൊരു മുഖാന്തരമാണ് വാസ്തവത്തിൽ ഈ ഉപദ്രവം. സഭയ്ക്ക് നേരിട്ട ഉപദ്രവം നമുക്കറിയാം, അത് ദൈവസഭയുടെ അനുഗ്രഹത്തിന് കാരണമായി. ദൈവസഭ വിശാലമാകുവാനുള്ള, അല്ലെങ്കിൽ സുവിശേഷം വ്യാപിക്കുവാനുള്ള ഈ 8-ാം അധ്യായത്തിലാണ് 2 പ്രധാന വാക്കുകൾ ഗ്രീക്ക് പദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സുവിശേഷമെന്നും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചുവെന്നുമൊക്കെയുള്ള വാക്കുകൾ 5-ാം അധ്യായം 42-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിക്കാം. 5-ാം അധ്യായം 42-ാം വാക്യം. ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുക എന്നൊരു പദം, യുവാഞ്ചലൈസ്, സുവിശേഷിക്കുക. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? യുവാഞ്ചലിസോ എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചത്. അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ടു ബ്രിങ് ഗുഡ് ന്യൂസ്, നല്ല വാർത്ത അറിയിക്കുക, നല്ല വാർത്ത കൊടുക്കുക. അതിനാണ് ടു വാഞ്ചലൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മൂലഭാഷ എന്ന് പറയുന്നത് യുവാഞ്ചലിസോ എന്നുള്ളൊരു പദമാണ്. അപ്പൊ ആ പദം ആദ്യമായിട്ട് നമ്മൾ 5-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിലാണ് കാണുന്നത്, സുവിശേഷീകരിച്ചു. എന്നാൽ ഈ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 5 ഇടത്ത് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ 8-ാം അധ്യായത്തോടുകൂടെയാണ് വാസ്തവത്തിൽ സുവിശേഷീകരണം എന്നുള്ള ഒരു വലിയ ചിന്ത ലൂക്കോസ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അത് വളരെ എടുത്ത് നമ്മൾ മനസ്സിലാക്കും. 5 വാക്യങ്ങളൊന്നും നോക്കിയാൽ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ കണ്ടു, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട്. കണ്ടോ, സുവിശേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബ്രിങ് ഗുഡ് ന്യൂസ്, നല്ല വാർത്ത അറിയിക്കുക. 8-12 നോക്കി.
യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം. മതി. 25-ാം വാക്യം. സുവിശേഷം അറിയിച്ചുകൊണ്ട് 35-ാം വാക്യം. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം 40-ാം വാക്യം കൂടെ. സുവിശേഷം അറിയിച്ചുകൊണ്ട്. കണ്ടോ? അപ്പോൾ ഈ ഒരൊറ്റ അധ്യായത്തിൽ ലൂക്കോസ് മനഃപൂർവ്വമായിട്ട് സുവിശേഷം അറിയിച്ചു എന്ന് 5 പ്രാവശ്യം എടുത്ത് പറഞ്ഞിരിക്കുന്നു. ആ വാക്ക് ഏറ്റവും പോപ്പുലറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ അധ്യായത്തിലാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വചനം, സുവിശേഷം ഈ പീഡയോടുകൂടെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇനി അതിനെ മുഖാന്തരമായി തീർന്ന ആ ഓരോ വാക്യങ്ങളും നമ്മൾ നോക്കിയാൽ എന്താണ് സുവിശേഷമെന്നും കൂടെ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് സുവിശേഷം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല വാർത്ത, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. അങ്ങനെ ആ സുവിശേഷം അറിയിക്കുന്നതിൽ മറ്റൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കുന്നു. 2 വാക്കുകൾ ഞാൻ പറഞ്ഞു. കെരിസ്മോ എന്നുള്ളൊരു വാക്ക്, അതായത് പ്രഖ്യാപിക്കുക, പ്രസംഗിച്ചു എന്നുള്ള പദവും വാസ്തവത്തിൽ ഈ അധ്യായത്തിലാണ്. അത് നമ്മൾ താഴോട്ട് വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ 2 നിലയിൽ 2 പ്രധാന വാക്കുകൾ സുവിശേഷവുമായി ബന്ധപ്പെട്ട് ഈ അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മെ കാണിക്കുന്നത് ഈ എതിർപ്പുകളുടെ എല്ലാം നടുവിൽ ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ അവിടെ പരന്നു എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3-ാം വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. പീഡയുടെ ഒരു നല്ല വിശദവിവരം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3-ാം വാക്യത്തില് ശൗല വീടുതോറും ചെന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും. ശൗലിന്റെ അന്നേരത്തെ സ്ഥാനം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ചിന്ത എവിടെ നിന്ന് കിട്ടുന്നില്ല. ചിലർ പറയുന്നുണ്ട് ശൗല് സൻഹെദ്രീൻ സംഘത്തിന്റെ അംഗമായിരുന്നെന്നും ഈ സ്തെഫാനോസിനെ കൊല്ലുവാനുള്ള അല്ലെങ്കിൽ ആ ശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ശൗലിനെ ആയിരുന്നു ഏൽപ്പിച്ചതെന്നും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവിടെ നമുക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. ശൗല് കിലിക്കിയയിൽ നിന്നുള്ള ഒരാളാണ്, അവിടുത്തെ സിനഗോഗിലെ ഒരു അംഗമായിരുന്നു എന്നുള്ള നിലയിൽ, സിനഗോഗിലെ അംഗമെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? വാദങ്ങളിൽ പങ്കെടുക്കാം. നമ്മൾ സാധാരണ കോടതിയിലൊക്കെ പോയി വാദങ്ങളിൽ പങ്കെടുക്കുന്ന പോലെ പ്രാരംഭ വാദങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടാകാം. എന്നാൽ അതിൻ്റെ തീർപ്പുകൾ നടപ്പാക്കുന്നതും ഒക്കെ അതിൻ്റെ മുതിർന്ന ആളുകളാണ്. ഈ 2 നിലയിലുള്ള വാദങ്ങളുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ശൗല് സൻഹെദ്രീൻ സംഘത്തിന്റെ ആ അധികാര സ്ഥാനത്തിലെ ഒരു അംഗമായിരുന്നു, അവരെല്ലാവരും ഈ കൃത്യം നടപ്പാക്കുവാനായിട്ട് ഒരുപക്ഷെ ശൗലിനെ ആയിരിക്കാം ഏൽപ്പിച്ചത് എന്ന് പറയുന്നവരുണ്ട്. എന്തായിരുന്നാലും 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ പീഡയോടുകൂടെ അല്ലെങ്കിൽ ഈ മരണത്തോടുകൂടെ ശൗല് എന്ത് ചെയ്യുന്നു? വീട് തോറും. ഇതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി തന്നെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ അത് വായിക്കുമ്പോൾ വീട് തോറും ചെന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും വെറുതെ വിട്ടില്ല, സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ, അതിനെക്കുറിച്ച് 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു. അവിടെ 9-ാം അധ്യായത്തിൽ കാണുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും പിന്നെ കുലയും. അപ്പോൾ കുലയും ഉണ്ടായിരുന്നു എന്നാണ് അവിടെ. വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. 22-4 22-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. തടവിലേൽപ്പിച്ചും. അപ്പം അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ശൗല് ഇവരെയൊക്കെ പിടിച്ച് കൊണ്ടുപോയി അധികാരിയുടെ മുന്നിൽ ഏൽപ്പിച്ച് അവരെ തടവിലാക്കുക മാത്രമല്ല അവരുടെ മരണം ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശൗല് നേരിട്ട് കൊന്നു എന്നുള്ളതല്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഇങ്ങനെയാണ്, അധികാരികൾ അവരെ മരണത്തിന് ഏൽപ്പിച്ച് കൊല്ലുന്നത് വരെ അവരുടെ പുറകിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ മരണം ഉറപ്പാക്കുവാനായിട്ട് 26-ാം അധ്യായം 10-ാം വാക്യം കൂടെ വായിച്ച് ഈ 2-3 ഇടത്താണ് ശൗല് ചെയ്ത കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. 26-10 ഒരു വാക്യോട് മുന്നോട്ട് വായിച്ചോ. 9 മുതൽ. വിരോധമായി
അത് ഞാൻ യെരൂശലേമിൽ ചെയ്തിട്ടുമുണ്ട്. തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം കണ്ടോ. അപ്പൊ തടവിലാക്കി അവർക്ക് മരണശിക്ഷ ഉറപ്പാക്കുന്നത് വരെ അവരെ നിഗ്രഹിച്ച സമയം ഞാനും സമ്മതം കൊടുത്തു. ആ നിലയിലാണ് നമ്മളത് മനസ്സിലാക്കുക. അപ്പോൾ നിയമത്തിന്റെ മുമ്പിൽ അവരെ കൊണ്ടുവന്നു. പ്രധാനമായിട്ടുള്ളതായ ആക്ഷേപം എന്താണ്? യഹൂദന്മാരെ സംബന്ധിച്ച് ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്നതാണെന്ത്? ദൈവാലയത്തെക്കുറിച്ച് സ്തേഫാനോസ് ചെയ്ത കുറ്റത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അവരുടെ വിശുദ്ധ ദൈവാലയത്തെക്കുറിച്ചും വിശുദ്ധ പ്രമാണത്തെക്കുറിച്ചും അതിനെതിരായി സംസാരിച്ചു എന്ന് കള്ളസാക്ഷികളെ കൊണ്ട് പറയിച്ചാണ് ഈ പരമാവധി ശിക്ഷ സ്തേഫാനോസിന് വരുവാനിടയായി. ഇത് തന്നെയാണ് ഈ കൂട്ടർക്കെതിരെ പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ശൗല് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. എന്നാൽ നമ്മൾ താഴോട്ട് വായിക്കുന്നത് ഈ ചിതറിപ്പോയവർ തങ്ങളുടെ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് പലയിടങ്ങളിലേക്ക് പാർപ്പിനായിട്ട് അഭയാർത്ഥികളായിട്ട് താമസിക്കുവാൻ പോയ ആളുകൾ. അപ്പോൾ നമുക്കറിയാം ഓരോ കാലഘട്ടത്തിൽ പല കാരണങ്ങളാൽ മനുഷ്യർ സ്ഥലങ്ങൾ മാറിപ്പോകാറുണ്ട്. ഇതും അതുപോലെ ഒരു സംഭവമാണ്. അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇത് കാലങ്ങളായി തുടരുന്നൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം പല രാജ്യങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികൾ അങ്ങനെ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ കഴിയാതെ അവരുടെ സ്ഥലവും അവരുടെ ഇടങ്ങളും ഒക്കെ വിട്ടുപോകുന്ന കാഴ്ച ഇന്നും പല ലോകരാജ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ ഉപദ്രവത്തിൻ്റെ അനന്തര ഫലമായിട്ട് അവർക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി അവരെന്ത് ചെയ്യുകയാണ്? പ്രാണരക്ഷാർത്ഥം പല സ്ഥലങ്ങളിലേക്ക് അവർ ചിതറിപ്പോയി. അവിടെ കാണുന്നത് അവർ പോയ സ്ഥലങ്ങളിൽ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. വചനം സുവിശേഷിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധേയമാണ്. ഒന്ന്, ചിതറിപ്പോയവരൊന്നും അവിടെ പോയി പതിയിരുന്നില്ല. അവർക്ക് കിട്ടിയ അവസരമൊക്കെ അവരെന്ത് ചെയ്തു? അവര് മൗനമായിരിക്കാതെ കർത്താവിനെ സാക്ഷിച്ചു. അതിൻ്റെ അർത്ഥം അവരെല്ലാവരും മിഷണറിമാരായിരുന്നെന്നോ പൂർണ്ണസമയ സുവിശേഷകരായിരുന്നെന്നൊന്നും അർത്ഥമില്ല. വചനം സുവിശേഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു മിഷണറി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മറ്റുള്ള നിലയിലോ അവരെല്ലാവരും അങ്ങനെ ആയിരുന്നെന്നല്ല അതിൻ്റെ അർത്ഥം. അതിലെണ്ണപ്പെട്ട ചില വ്യക്തികളെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം അവരനുഭവിച്ച കർത്താവിനെ കുറിച്ച് സുവിശേഷം പങ്കുവെക്കുന്നതിൽ, ഷെയർ ചെയ്യുന്നതിൽ അവരടങ്ങിയിരുന്നില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാ കാലത്തും അങ്ങനെയാണ്. കർത്താവിൻ്റെ വചനം അറിയിക്കുന്നതിൽ ദൈവമക്കൾക്കുള്ള പങ്ക് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ 7-ാം അധ്യായം വരെ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു എന്ന് പറയുമ്പോൾ അവരെല്ലാവരും മിഷണറിമാരല്ലായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഈ 7-ാം അധ്യായം വരെ മിഷണറിമാരായിരുന്ന അല്ലെങ്കിൽ അപ്പോസ്തലന്മാരാണ് വചനം സംസാരിച്ചുകൊണ്ടിരുന്നത്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ടെന്നല്ലേ. അപ്പോൾ വചനം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന, വചനം സുവിശേഷീകരിക്കുക എന്ന് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് തോന്നും അയ്യോ അവർ വചനം പഠിച്ചവരൊക്കെ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള കഴിവുള്ളവരായിരിക്കും. എന്നാൽ ആ അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. 7-ാം അധ്യായം വരെയും അപ്പോസ്തലന്മാർ മാത്രം ചെയ്തിരുന്നൊരു കാര്യമാണ് വചനം പ്രസംഗിക്കുകയും വചനം സുവിശേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു സമയം വരികയാണ്. അവിടെ അപ്പോസ്തലന്മാർ അവരുടെ കൂടെ ഇല്ല. അവരെവിടാണ്? അവർ യെരൂശലേമിൽ തങ്ങിയിരിക്കുകയാണ്. അവരവരുടെ കൂടെ വന്നിട്ടില്ല. ജനം ചിതറിപ്പോയി. പക്ഷെ അവരവിടെ എങ്ങും മൗനമായിരുന്നില്ല. എന്ത് ചെയ്തു? വചനം. അപ്പോൾ വചനം പഠിക്കുന്നവരോർത്തോണം, നമുക്കും ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭം വരും. മറ്റുള്ളവരെ ദൈവവചനം പഠിപ്പിക്കാനൊക്കെ ദൈവം നമ്മളെ മുന്നേ കണ്ടുകൊണ്ടാണ് കുറച്ച് പേരാണെങ്കിലും ഇങ്ങനെ വചനം പഠിക്കാനൊക്കെ നമ്മൾക്ക് ദൈവം ഈ അവസരം തരുന്നത്. അതിനൊരു ആമേൻ പറയാമോ? പ്രൈസ് ലോർഡ്. അപ്പോൾ വചനം പറയാനൊക്കെയുള്ള അവസരങ്ങൾ ദൈവം ഇതൊക്കെ മുന്നമേ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇവര് അതുവരെയും അപ്പോസ്തലന്മാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചിതറിപ്പോയ വിശ്വാസികൾ
ഞാൻ പറഞ്ഞില്ല, അവരാരും പൂർണ്ണസമയം, എല്ലാവരും പൂർണ്ണസമയ വേലക്കാരൊന്നും അല്ല. അതിന് തെളിവാണല്ലോ ഇപ്പം നമ്മൾ വായിക്കാൻ പോകുന്നത്, ഫിലിപ്പോസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഫിലിപ്പോസും അങ്ങനെ മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ അവസരം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം അവരെ പങ്കുവെക്കാനായിട്ട് തുടങ്ങി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഇവിടെ സുവിശേഷത്തിനും ദൈവസഭയ്ക്കുമെതിരെ പിശാച് കൊണ്ടുവന്ന ഈ ആക്രമണം, അതിൻ്റെ ഫലം വാസ്തവത്തിൽ എതിരായിട്ടാണ് ഉണ്ടായില്ലേ? പിശാച് കൊണ്ടുവന്നത് എന്തിനാ? ഇതിനെയെല്ലാം അങ്ങ് സെവാനോസിനെ കൊന്നു. അപ്പോൾ ലീഡേഴ്സിനെ എല്ലാം കൊല്ലുകയും വിശ്വാസികൾ ചെതറിപ്പോവുകയും ചെയ്താൽ ഇവിടെ കൊണ്ട് തീരുമെന്ന് അവർ വിചാരിച്ച. പക്ഷേ നേരെ വിപരീതമായ ഫലമാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ സ്തോത്രം. അതാണ് ഞാൻ ആരംഭത്തിലേ പറഞ്ഞത്, ദൈവത്തിൻ്റെ പദ്ധതികൾക്കൊന്നും ഒരിക്കലും വിഘ്നം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അതിന് ബെങ്കലെന്ന് പറയുന്നൊരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, വിൻഡ് ഇൻക്രീസസ് ദ ഫ്ലെയിം എന്നാണ് അല്ലേ. ഒരു തീയൊരത്ത് കത്തിയാൽ നമുക്കറിയാം, അത് കാറ്റ്, പ്രതികൂല കാറ്റുകൾ അടിച്ചാൽ ചിലർ ചിന്തിക്കും അത് കെട്ടുപോകുന്നു. അങ്ങനെ അല്ല. പക്ഷേ ഇത് ആളി പടരുകയാണ് ചെയ്യുന്നത്. ഒരു ഫ്ലെയിം ഒരിടത്ത് കത്തിയിരുന്നാൽ കാറ്റടിക്കുന്നവരും അത് ചിലപ്പോൾ വളരെ വലുതായിട്ട് പടരുവാനാണ് കൂടുതൽ സാധ്യത. ഇതാണ് വാസ്തവത്തിൽ സുവിശേഷത്തിന് സംഭവിച്ചത്. ഈ വലിയ പീഡയുടെ നടുവിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് കത്തിച്ച ആ സുവിശേഷം വളരെ ശക്തിയോടുകൂടെ പടരുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ ഇനിയും കടന്നു വരുന്നത് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ വ്യക്തിയിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്പോസ് മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ്. എന്നാൽ ഫിലിപ്പോസ് നേരെ ശമരിയയിലേക്ക് ചെല്ലുന്നു. ശമരിയയിലെ സുവിശേഷകനായിട്ട് അവിടെ ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഈ ഫിലിപ്പോസ് അവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരാൾ നേരിൽ കണ്ട പോലെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ ഓരോ സംഭവങ്ങൾ വിവരിച്ചത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഇതെങ്ങനെയാണ് ഇവർ അറിഞ്ഞത്? ലൂക്കോസ് ഇത് എഴുതിയത്. ഇപ്പം ലൂക്കോസ് എങ്ങനെയായിരിക്കും ഇത് അറിഞ്ഞത്, ഈ ഫിലിപ്പോസ് ചെയ്ത ഓരോ കാര്യങ്ങളും? അപ്പോൾ അതിന് ചില തെളിവുകൾ നമുക്ക് ഇന്റേണൽ എവിഡൻസ് എന്ന് പറയും. അതായത് ബൈബിളിനുള്ളിൽ തന്നെ ചില തെളിവുകൾ കാണും, എക്സ്റ്റേണൽ എവിഡൻസും കാണും, ബൈബിളിന് പുറത്തുള്ള ചില തെളിവുകളും കാണും. ഇന്റേണൽ എവിഡൻസ് ആണ് എപ്പോഴും ബൈബിളിൻ്റെ ആധികാരികത ഉറപ്പിക്കാൻ ഏറ്റവും നമുക്ക് സഹായകരമായിരിക്കുന്നത്. എന്നതുപോലെ തന്നെ ഈ ലൂക്കോസിൻ്റെ വിവരണത്തിന് ഏറ്റവും പ്രധാനമായി പണ്ഡിതന്മാർ പറയുന്ന അതിൻ്റെ 21-ാം അധ്യായത്തിൽ വരുമ്പോൾ, ആ വാക്യം ഒന്ന് വായിക്കാമോ? 21-ാം അധ്യായം 8-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 21-ന്റെ 8-ാം വാക്യം. കുറച്ച് ദിവസം ഈ ഫിലിപ്പോസിൻ്റെ വീട് കൈസരയിലായിരുന്നെന്നും അവിടെ ഈ ആ സമയത്തിൻ്റെ കണക്ക് നമുക്കറിയത്തില്ലെങ്കിൽ വേദപണ്ഡിതന്മാർ പറഞ്ഞ ഏതാണ്ട് 20 വർഷം, നമ്മൾ ഈ പറഞ്ഞ സംഭവമായിട്ട് പൗലോസ് അവിടെ ചെന്ന് പാർത്ത സംഭവമായിട്ട് ഏതാണ്ട് 20 വർഷം, 20 yearsആണ് പറയുന്നത്. അപ്പോൾ 20 വർഷം കഴിഞ്ഞ് ഈ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ആര് ചെന്നു? ലൂക്കോസ് ചെന്നു. അപ്പോൾ ലൂക്കോസ് അവിടെ ചെന്ന് താമസിച്ചു. ലൂക്കോസ് അവിടെ ഉണ്ട്. ലൂക്കോസ് ഈ ഫിലിപ്പോസിൻ്റെ പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. സുവിശേഷ യാത്രയിൽ പൗലോസിനോടൊപ്പം ആരുണ്ട്? ലൂക്കോസ് ഉണ്ട്. പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പാർക്കുന്ന സമയം, ആ വാക്യം ഒന്നുകൂടെ വായിച്ച് 21-ന്റെ 8 ഒന്നുകൂടെ വായിച്ചാൽ അത് ക്ലിയറാണ്. പിറ്റേന്നാൾ ഞങ്ങളെന്ന് പറയുമ്പോൾ ആരുണ്ട്? ആ എഴുത്തുകാരനും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? പിറ്റേന്നാൾ ഞങ്ങളെന്ന് പറയുമ്പോൾ ആ എഴുത്തെഴുതുന്ന ആളും ഉണ്ട്. എഴുത്തെഴുതുന്ന ആരാ? ലൂക്കോസാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കൈസരിയയിൽ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്ന്, അപ്പോൾ വേദപണ്ഡിതന്മാർ പറയുന്നത് ആ ദിവസം അവിടെ പാർത്തപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നേരിട്ട് ലൂക്കോസിനോട് ആര് പറഞ്ഞു? ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്തു. അപ്പം നേരിട്ട് ഫിലിപ്പോസിൽ നിന്ന് കേട്ടതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് എഴുതാൻ പറ്റിയതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചില തെളിവുകൾ നമുക്ക് സംഭവങ്ങളോട് ബന്ധപ്പെട്ട് വചനത്തിലുണ്ട്. ഒരു 20 years എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം 10 വർഷത്തെ മുമ്പത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമല്ലോ. എനിവേ, അപ്പം ഇങ്ങനെയാണ് ചില ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി കിട്ടുന്നത്. അങ്ങനെ ഫിലിപ്പോസ് ശമരിയെ ചെല്ലുകയാണ്. ഈ ശമരിയ എന്ന് പറയാൻ നമുക്കറിയാം ഒരു സങ്കരവർഗമാണ്. യഹൂദന്മാരെന്നുള്ള ഒരു പദവിയൊന്നും ഈ ശമരിയർക്കില്ല. നമുക്ക് സുവിശേഷങ്ങൾ അത് കാണാൻ കഴിയുന്നുണ്ട്. ശമരിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ BC 10-ാം നൂറ്റാണ്ട്, ഏകദേശം ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഉണ്ടാകുന്നതിന് 1000 വർഷം മുമ്പ് തന്നെ ശമരിയരും യഹൂദിയരും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ല. കർത്താവ് പറഞ്ഞതാണ്, നമുക്കറിയാം.
എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എങ്ങനെയാണ് ഈ ശമരിയ എന്നുള്ള പട്ടണത്തിൻ്റെ ആവിർഭാവം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ശത്രുത ഉണ്ടായെന്ന് നമുക്കറിയാം. രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നു. 12 ഗോത്രമുണ്ടായിരുന്ന പാലസ്തീന് 10 ഗോത്രമായും 2 ഗോത്രമായി വിഭജിക്കപ്പെടുന്നു. ശമരിയ തലസ്ഥാനമായി 10 ഗോത്രവും യഹൂദിയ തലസ്ഥാനമായി 2 ഗോത്രവും. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെടുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെടുന്നു. എന്നാൽ അതിനുശേഷം BC 722-ലാണ് അശൂർ വന്ന് ഈ ശമരിയെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഈ 10 ഗോത്രങ്ങളടങ്ങിയ ശമരിയ തലസ്ഥാനമാക്കി 10 ഗോത്രങ്ങളെയാണ് അന്ന് ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്നത്, മറ്റേ യഹൂദിയും. അപ്പോൾ ഇസ്രായേലിനെ അശൂർ വന്ന് ആക്രമിച്ച് അവർ ചെയ്തൊരു കാര്യം, ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം എന്ത് ചെയ്തു? അശൂരിലേക്ക് കൊണ്ടുപോയി അശൂരിൽ നിന്നുള്ള ജാതീയരായ ധാരാളം ആളുകളെ ഇവിടെ കൊണ്ട് പാർപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവരൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയായി മാറി. അവരുടെ ആ വംശശുദ്ധി നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷമാണ് അവർക്ക് യഹൂദൻ, ഒരു പ്യുവർ ജൂ എന്നുള്ള പദവി അവർക്ക് നഷ്ടപ്പെടുന്നു. അത് BC 722-ലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവർ യെരുശലേമിലെ പോലെ തന്നെ ഇവർക്കും ഗെരിസിൻ മലയിലൊരു ദൈവാലയം പണിയുന്നു. ദൈവവചനവുമായി ബന്ധപ്പെട്ട് പഴയ നിയമ ഭാഗങ്ങൾ യഹൂദന്മാർ അവർ സ്വീകരിക്കുന്നത് പോലെ എല്ലാ ഭാഗങ്ങളും അവർ സ്വീകരിച്ചില്ല. പെന്ററ്റൂക്ക് അല്ലെങ്കിൽ മോശയുടെ പഞ്ചപുസ്തകങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അവർ നിരാകരിക്കുന്നവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ശരിയായുള്ള ഒരു യഹൂദനെ സംബന്ധിച്ച് ഈ ശമര്യരെന്ന് പറയുന്നത് ജാതീയമായിട്ടും അവർ പ്യുവറല്ല, അവരൊരു സങ്കരവർഗമാണ്. മതപരമായിട്ടും അവർക്കൊരു യഹൂദനെന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവരെല്ലാ തിരുവെഴുത്തുകളും അംഗീകരിക്കുന്നില്ല. അവർക്ക് അവരുടേതായ പള്ളിയുണ്ട്. അങ്ങനെയുള്ള വലിയ വേർതിരിവ് തമ്മിലുണ്ടായിരുന്നു. ഇതൊരു വലിയ വേർതിരിവായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ശമര്യര് അവർ ഇസ്രായേലിലെ 10 ഗോത്രമാണെങ്കിലും അവരെ ആ നിലയിൽ യഹൂദർ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ശമരിയ പട്ടണത്തിലേക്ക് ഫിലിപ്പോസ് പോയെന്ന് പറയുമ്പോൾ ഫിലിപ്പോസിന് ഇതറിയാം. അതാണ് സുവിശേഷത്തിൻ്റെ ഒരു വലിയ ഒരു ആഹ്വാനം കൂടെ ആയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അത്രയും ശത്രുത ഉണ്ടായിരുന്ന ആ ദേശത്തേക്ക് ദൈവത്തിൻ്റെ വചനമായിട്ട് സുവിശേഷവുമായിട്ട് ഫിലിപ്പോസ് ചെല്ലുകയാണ്. നമ്മൾ ഈ സുവിശേഷങ്ങളിൽ അതിനെക്കുറിച്ച് വായിക്കുന്ന 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് ആ ചിന്ത അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം ഈ ശമരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ശമര്യരും ശരിക്കും പറഞ്ഞാൽ അവരും യഹൂദർ തന്നെയാണ്. അവർക്കൊരു മശിഹായെക്കുറിച്ചുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. 4-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചേ. ശമരിയ സ്ത്രീ അവനോട്, ആ ആ ആ ആ ആ ആ ആ ആ ആ എല്ലാ ഭാഗവും നമുക്കറിയാം. എൻ്റെ 25-ാം വാക്യം ഒന്ന് വായിക്കാം. 4:25. സ്ത്രീ അവനോട്, മശിഹ എന്നു വെച്ചാൽ ക്രിസ്തു ഞാൻ അറിയുന്നു. അതാ ശമരിയക്കാരുടെ ഒരു വിശ്വാസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ശമരിയർക്കും ഉണ്ടായിരുന്നു. ആ ശമരിയരുടെ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവർക്കറിയാം ഒരു മശിഹ വരുന്നുണ്ടെന്ന് അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. അപ്പോൾ ആ പട്ടണത്തിലേക്കാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷമായിട്ട് ഫിലിപ്പോസ് കടന്നു പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം, ഇത് അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ലൂക്കോസ് തന്നെ തന്റെ സുവിശേഷത്തിൽ കർത്താവിന് ശമരിയരോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാവും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യം. ആ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയരുടെ പട്ടണത്തിൽ കടക്കാതെയും. അപ്പൊ അവിടെ ഒരു റിസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരെ നിയോഗിക്കുമ്പോൾ ഒരു പരിധി വെക്കുന്നുണ്ട്. നമുക്കറിയാം അത് പിന്നീട് കർത്താവ് ആ അതിർവരമ്പുകളെല്ലാം ഭേദിച്ചാണ് ഈ ദൈവരാജ്യത്തിൻ്റെ സന്ദേശവുമായി കർത്താവ് കടന്നുപോയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ
ശമര്യരെ അതേ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ശമര്യരോടുള്ള കർത്താവിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഫിലിപ്പോസിന് നന്നായിട്ട് അറിയാം, യഹൂദന്മാരെന്നുള്ള നിലയിൽ ശമര്യരോടുള്ള അവരുടെ വെറുപ്പ്, അവരോട് സമ്പർക്കമില്ല. വളരെ നാളുകളായിട്ട് 10,000 വർഷത്തെ ഒരു പാരമ്പര്യമാണ്. 1000 വർഷത്തോളമായിട്ട് അവർക്ക്, ഞാൻ പറഞ്ഞില്ല, 10-ാം നൂറ്റാണ്ട് മുതൽ BC 10-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1000 വർഷം കഴിഞ്ഞു. 1000 വർഷത്തെ ബന്ധമില്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം അറിയിക്കാൻ ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തുകയാണ്. അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ച വിധത്തെക്കുറിച്ച് നമുക്കിവിടെ 5 മുതൽ 8 വരെയുള്ള 2-3 വാക്യം കൂടെ നമ്മുടെ ഇന്നത്തെ സമയത്തിൻ്റെ പരിധിയിൽ ചിന്തിക്കാം. 5-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാവോ? ഫിലിപ്പോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, അല്ലെങ്കിൽ ആ സുവിശേഷം എങ്ങനെയാണ് പങ്കുവച്ചത്? ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവിടെ നമുക്കറിയാൻ കഴിയും, ഫിലിപ്പോസിൻ്റെ സുവിശേഷ പ്രസംഗത്തിൻ്റെ കേന്ദ്രബിന്ദു ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിനെ നൽകി. ഒരു മനുഷ്യന് കർത്താവിനെ നൽകുന്നതാണ് സുവിശേഷം. ക്രിസ്തുവിനെ നൽകുക, ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പിന്നെ രണ്ടാമത്, ഫിലിപ്പോസിന്റെ കയ്യാൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു, അടയാളങ്ങളെ. ഇത് വളരെ പ്രത്യേകമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ദേശത്ത് ചെന്ന്, ശമര്യയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, സുവിശേഷം കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുക മാത്രമല്ല, ഫിലിപ്പോസിന്റെ കയ്യാൽ അത്ഭുതങ്ങൾ നടന്നു. അശുദ്ധാത്മാക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. ഇന്ന് ആ നിലയിലാണ് അതിനെ കാണുന്നത്. ജീവിത ലക്ഷ്യത്തെ എല്ലാം തകിടം മറിക്കുന്ന, മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വികലമാക്കി കളയുന്ന, മനുഷ്യനിൽ കുടികൊള്ളുന്ന അശുദ്ധാത്മാക്കൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ജനറലായിട്ട് പറഞ്ഞാൽ, അവൻ്റെ ശാരീരിക സൗഖ്യവും മാനസിക സൗഖ്യവും. രോഗികൾ പലരും സൗഖ്യമായി. അതുകൂടാതെ മാനസികമായും അവന് സൗഖ്യമുണ്ടായി എന്ന് നമുക്കെടുക്കാം. അപ്പം ശാരീരികവും മാനസികമായ സൗഖ്യം സുവിശേഷത്തോടൊപ്പം അവന് ആ ജനങ്ങൾക്ക് ലഭിക്കുവാനിടയായി. ഈ അടയാളങ്ങളെ, അത്ഭുതങ്ങളെക്കുറിച്ച് പല വിശദീകരണങ്ങളോട് ചിലർ പറയാറുണ്ട്. ഇത് ഫിലിപ്പോസ് മാത്രം ചെയ്ത ചില പ്രത്യേക അത്ഭുതങ്ങളാണെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് ഇത് നടന്നതാണ്. നമ്മളത് വിശ്വസിക്കുന്നു. പുതിയ ഇടങ്ങളിലൊക്കെ ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം, ദൈവരാജ്യം പ്രസംഗിക്കെടുത്ത് ആ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്താൻ ദൈവം എന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനൊരു തെളിവ്, നമ്മൾ ഇതുവരെയും പഠിച്ചു വന്ന വേദഭാഗങ്ങളിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. അവർ പറയുന്നത് അപ്പോസ്തലന്മാർ മാത്രമേ അന്ന് ഇത് ചെയ്തുള്ളൂ എന്ന് വാദിക്കുന്നവരുണ്ട്. അവരിൽ മാത്രം ഒതുങ്ങിയിരുന്നൊരു കാര്യമായിരുന്നു, ആ സഭയുടെ ആരംഭകാലത്ത് നടന്ന കാര്യങ്ങളാണ്, അത് ഇന്ന് ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് വാദിക്കുന്ന നല്ലൊരു കൂട്ടരുണ്ട്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും, സ്തേഫാനോസോ ഫിലിപ്പോസോ ഒരു അപ്പോസ്തലനായിരുന്നില്ല. ദൈവവചനം ഒരിക്കലും അടയാളങ്ങളും അത്ഭുതങ്ങളും അപ്പോസ്തലന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നില്ല എന്നും വളരെ സ്പഷ്ടമായി തെളിയിക്കുന്ന ഒരു ഭാഗം കൂടെയാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഇതിനോട് ചേർന്ന് മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്തേഫാനോസും ഫിലിപ്പോസും ആരെല്ലായിരുന്നു? അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളവരല്ല. 2, ദൈവത്തിൻ്റെ വചനം. ഈ ഒരു സംഭവം തന്നെയല്ല, തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത്, ദൈവവചനം പങ്കുവെക്കുന്നിടത്ത് ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായി, ദൈവമഹത്വത്തിനായിട്ട് ദൈവം എന്നും അത്ഭുതങ്ങളെ അടയാളം ചെയ്യാറുണ്ട്. അവിടെ ഒരു റിസ്ട്രിക്ഷൻ, അപ്പോസ്തലന്മാർക്ക് മാത്രം എന്നുള്ള ഒരു റിസ്ട്രിക്ഷൻ അവിടെ ഇല്ല. നാം ദൈവത്തിൻ്റെ വചനം കർത്താവിനെ പ്രസംഗിക്കുന്നിടത്ത് ദൈവരാജ്യത്തിൻ്റെ പ്രദർശനമായി ഇന്നും അത് സംഭവിക്കുന്നുണ്ട്. 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഫിലിപ്പോസ് സംസാരിച്ച ദൈവത്തിൻ്റെ വചനം അവരെ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു എന്നാണ്. ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. 8-ാം വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 8-ാം വാക്യം. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ ഉപദ്രവം സഹിച്ചാണ് ഈ ഫിലിപ്പോസും
ബാക്കി ആൾക്കാരും എല്ലാം ഓടിപ്പോയതില്ലേ. ഇപ്പോൾ ഒരിടത്തൊരു കല്ലേറ് കിട്ടി നമ്മൾ പോകുമ്പം പോയി ചെല്ലുന്നിടത്ത് എന്തായിരിക്കും പ്രസംഗിക്കുന്നത്? ഒരു ചിന്തകം പറഞ്ഞതാണ്, നമുക്കൊരിടത്തെ ഒരു ഉപദ്രവം കിട്ടിയിട്ടേ ചെന്നൊരു സ്ഥലത്ത് ചെന്നൊരു പ്രസംഗിക്കാൻ അവസരം കിട്ടി ആദ്യം നമ്മൾ എന്തായിരിക്കും പറയുന്നത്? ഉപദ്രവത്തെക്കുറിച്ച്. ശരിയാണ്, സ്വാഭാവികം അതാണ്. പക്ഷേ ഫിലിപ്പോസ് ഇവിടെ അതൊന്നും പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നില്ല. ഫിലിപ്പോസ് അവിടെ ദൈവവചനം കർത്താവിനെ പ്രസംഗിച്ചു, അവിടെ വലിയ സന്തോഷമുണ്ടായെന്നാണ്. അവരോട് അനുകമ്പ തോന്നിയൊന്നും അവരുടെ വിഷമത്തിലൊന്നുമല്ല, ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. അതിനെക്കുറിച്ച് ചിന്തകൻ എഴുതി, ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സാൽവേഷൻ ആൻഡ് ഹീലിംഗ് എന്നാണ്. അതായത് അവർക്ക് രക്ഷയുണ്ടായി, യേശുവിനെ അവർക്ക് ലഭിച്ചു, അതോടൊപ്പം തന്നെ അവർക്ക് ശാരീരികവും മാനസികമായ സൗഖ്യമുണ്ടായി. അതവരെ വലിയ സന്തോഷത്തിലേക്ക് നയിച്ചു. പട്ടണം മുഴുവനും സന്തോഷിച്ച നടപടി എഴുതിയിരിക്കും. ഞാനൊരു ഇന്നത്തെ ചിന്തയോടെ അവസാനിപ്പിക്കട്ടെ. നമ്മൾ ഇതുവരെയും വായിച്ചു വന്ന് ധ്യാനിച്ചു വന്ന ഇതാരംഭിക്കുന്ന യെരൂശലേമിലെ സഭയിൽ നിന്നാണല്ലോ. കർത്താവ് കൽപ്പിച്ച ദൈവവചനമനുസരിച്ച് ദൈവസനെ കാത്തിരുന്ന ദൈവസഭയിൽ നിന്ന് തുടങ്ങിയാണ് നമ്മൾ ഈ 8-ാം അധ്യായം വരെ വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും വളരെ പ്രാധാന്യമുള്ളതാണ്. യെരൂശലേമിലെ സഭയെക്കുറിച്ച് 5 കാര്യങ്ങൾ പറയാറുണ്ട്. 1, ഒരു പ്രാർത്ഥനയിൽ ഉറ്റിരുന്നൊരു സഭയായിരുന്നു. 2, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന സഭയാണ്. 3, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്ന സഭയായിരുന്നു. 4, ആരാധന, പഠനം, സേവനം, സാക്ഷ്യം ഇവ മുഖമുദ്രയായി സ്വീകരിച്ചൊരു സഭയായിരുന്നു. ഇതിനെല്ലാം വാക്യങ്ങളുണ്ട്, ഞാൻ എടുത്ത് ഉദ്ധരിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. 5, പ്രതികൂലങ്ങളിൽ പതറാതെ തികഞ്ഞ ദൈവവിശ്വാസത്തോടുകൂടെ അവയെ അഭിമുഖീകരിച്ചൊരു സഭയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രതികൂലങ്ങളിൽ കൂടി ശക്തി പ്രാപിച്ച സഭയാണ് യെരൂശലേമിലെ സഭ. ആ സഭയിൽ നിന്നാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപനത്തിനായി വ്യത്യസ്തമായ നിലകളിൽ, അത് ഫിലിപ്പോസ് വരെ നമ്മൾ എത്തി നിൽക്കുന്നു. നമ്മൾ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില ആത്മീയ പാഠം കൂടെ നമ്മുടെ ഉള്ളിൽ കൈക്കൊള്ളുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കഴിവുകളെയും പ്രാപ്തിയേക്കാൾ അപ്പുറത്തായി ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായി നിലകൊള്ളുവാൻ. സുവിശേഷത്തിനോ ബന്ധനമില്ല. ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിനെയെല്ലാം തരണം ചെയ്ത് ദൈവം തൻ്റെ നാമത്തിൻ്റെ അതേ വ്യാപനത്തിനായി ദൈവം തൻ്റെ ദാസന്മാരെ ഉപയോഗിക്കുന്നു. ഈ രാത്രിയിൽ ഫിലിപ്പോസിനെ കുറിച്ചും ശബരിയിലെ സുവിശേഷണത്തെക്കുറിച്ചും ചുരുക്കമായി നമുക്ക് ചിന്തിപ്പാനിടയായി. സ്തെഫാനോസിൻ്റെ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ഇടത്തുനിന്ന് എപ്രകാരം ദൈവം തൻ്റെ പ്രവൃത്തി മുന്നോട്ട് നയിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. മനുഷ്യമായി പലപ്പോഴും എല്ലാം പ്രതികൂലമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എല്ലാം അടഞ്ഞുവെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വഴി എവിടെയുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി എവിടെയുണ്ട്? ദൈവം എന്നും വിശ്വസ്തനാണ്. നമുക്ക് ആ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുകയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ അവരെ ദൈവം ശക്തീകരിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾ പ്രാർത്ഥിച്ചാണ്.